ചായ തിളക്കുന്ന സമയം കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു ചായക്കടിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇത് നമുക്ക് ചായക്കടിയായിട്ട് മാത്രമല്ല കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ച് കറണ്ട് ആവശ്യമൊന്നുമില്ല. നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലെല്ലാം കൊടുത്തു വിടാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അവൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഒരു കപ്പ് അവൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് കഴുകിയെടുക്കണം. ഒരു പ്രാവശ്യം കഴുകിയാൽ മതി. അപ്പോൾ ഇത് നല്ലോണം കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളം മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി, വെള്ളം കൂടി പോകരുത് കേട്ടോ. അപ്പോൾ നമുക്കത് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. നല്ല വലിയ സൈസിലുള്ളത് എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം നമുക്കിതാ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങെല്ലാം നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അവിലുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അവിൽ വെള്ള അവിൽ തന്നെ വേണമെന്നില്ല, ഏതായാലും എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ ആ അവിലെടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് മൈദയാണ്. മൈദ ഏകദേശം അരക്കപ്പോളം എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത്, വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അരക്കാൻ. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 പച്ചമുളക് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും. ഇതെല്ലാം നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഈ ഒരു കട്ടിയിലാണ് മാവ് റെഡിയാക്കേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്, ആ ഒരു കാര്യം ശ്രദ്ധിക്കണേ. അവിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. അതേപോലെ അരക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. പിന്നെ ഞാൻ ജീരകം ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട്, അപ്പോൾ അതിപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടി മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ തിക്നെസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു കട്ടിയിലാണ് നമ്മൾ റെഡിയാക്കേണ്ടത്. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ തൈരോ അങ്ങനത്തെ യാതൊന്നും ചേർക്കുന്നില്ല. അതേപോലെ തന്നെ റെസ്റ്റ് ചെയ്യാനും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇനി നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇത് എണ്ണയിൽ ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ചൊന്ന് വീർത്ത് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് മാവായിട്ട് ഇങ്ങനെ കുറച്ച് ദൂരെ ദൂരെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഫസ്റ്റ് വെക്കേണ്ടത്. എന്നിട്ട് ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് പൊരിച്ചെടുക്കാം. അതായത് എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ച് കഴിയുന്നത് വരെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ മാവ് റെഡിയാക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ മാവ് ലൂസായി പോയി എന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ മിക്സ് ആക്കിയിട്ട് ഒന്ന് കട്ടിയാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് 2 സൈഡും നല്ലൊരു കളറിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അതേപോലെ തന്നെ ഇത് നമ്മളിങ്ങനെ ചെറിയ ചെറിയതായിട്ട് ആക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉള്ളിലെല്ലാം കുക്കായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഫസ്റ്റ് മാത്രം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ചായക്കടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചായക്കടിയാണ് കേട്ടോ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കുട്ടികൾക്ക് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചായിട്ടെല്ലാം കൊടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ വേഗം റെഡിയാക്കാൻ പറ്റുന്നതാണ്. അതേപോലെ നല്ല ചൂട് കട്ടൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ടും നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ നമുക്ക് സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചട്നീൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.